പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം കർത്താവിന്റെ അടുത്തേക്ക് വരുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്നതാണ്. എന്താണ് ചോദ്യം? കർത്താവിന്റെ അടുക്കിലേക്ക് വരാൻ നിനക്ക് മനസ്സുണ്ടോ? നമുക്ക് മനസ്സുള്ളത് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതായത് ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവിന്റെ അടുക്കലേക്ക് വരുന്ന ഒരു മനുഷ്യനെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്ന ഒരു മനുഷ്യനെ കാണുകയാണ്. കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ പലതരത്തിൽ തടസ്സങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞു, അച്ഛൻ ഞാൻ 10 കൊല്ലമായി ആഗ്രഹിക്കുകയാണ് ആവിലയിൽ വരണമെന്ന്. ഇന്നാണ് സമയം കിട്ടിയത് എന്ന് പറഞ്ഞു. 10 കൊല്ലം. അപ്പൊ അച്ഛൻ ചോദിച്ചു, ഇവിടെയാണ്, ഏത് ജില്ലയിലാണ് വീടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ കാരാപുരമാണ്, ഇവിടെ അടുത്താണ്. പക്ഷെ 10 കൊല്ലമായിട്ട് ആഗ്രഹിച്ചിട്ട് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആഗ്രഹത്തിന് പല ലെവലുണ്ട്. ചെറിയ ആഗ്രഹം, കുറച്ചുകൂടെ മുന്തിയ ആഗ്രഹം, വലിയ ആഗ്രഹം. അപ്പോൾ കർത്താവിന്റെ അടുക്കലേക്ക് പ്രതിസന്ധികൾ, സഹോദരി പറയായിരുന്നു, ഓരോ പ്രാവശ്യവും വരണമെന്ന് വിചാരിക്കുമ്പോൾ പ്രതിസന്ധികളാണ്, തടസ്സങ്ങളാണ്. അങ്ങനെ തടസ്സങ്ങളും പ്രതിസന്ധികളും ഉള്ളപ്പോഴും ഈശോയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ ഓടിയെത്തിയതിന്റെ കഥയാണ് ഇന്നത്തെ സുവിശേഷം. അയാൾ കുഷ്ഠരോഗിയായിരുന്നു. നമുക്കറിയാം, കുഷ്ഠരോഗിക്കുള്ള പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അയാൾ അശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. അയാൾ സമൂഹത്തിൽ വരാൻ പാടില്ല, പള്ളിയിൽ വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ അയാളെ അടിച്ചോടിക്കാം. അപ്രകാരം വലിയൊരു പ്രതിസന്ധിയിലുള്ള ഒരാള് ഈശോയുടെ അടുക്കിലേക്ക്, സമൂഹ മധ്യത്തിലേക്ക് വന്നു എന്നതാണ്. അപ്പൊ അയാൾക്ക് ഈശോയുടെ അടുക്കിലേക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും, എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും, എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും, എത്ര നിന്ദിക്കപ്പെടുന്ന ഒരവസ്ഥയാണെങ്കിലും, നമുക്കറിയാം കുഷ്ഠരോഗി സാമൂഹികമായി എക്സ്ക്ലൂഡഡ് ആണ്, അവൻ നിന്ദിക്കപ്പെട്ടവനാണ്, മാനസികമായി മുറിവേൽപ്പിക്കപ്പെട്ടവൻ. അവന്റെ ഭാര്യയ്ക്കും അവന്റെ മക്കൾക്കും അവന്റെ പ്രിയപ്പെട്ടവർക്കും മാതാപിതാക്കൾ പോലും അവനെ ചുരുട്ടിയെടുത്ത് പുറത്തേക്ക് എറിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ പോലും അയാൾ ചിന്തിക്കുകയാണ്, എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ മനുഷ്യർക്കാർക്കും എന്നെ വേണ്ടെങ്കിലും എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ എനിക്ക് ഒരിടമുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ, എന്ന വിശ്വാസത്തോടുകൂടെ അയാൾ ആ ഈശോയുടെ തിരുസന്നിധിയിലേക്കുള്ള പടി കയറുകയാണ്. നമുക്ക് കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഇതിനെയാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞു, ഞാൻ ആവിലയിൽ വരാതെയായിട്ട് കുറച്ച് നാളുകളായി, സ്ഥിരമായി വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ കഞ്ഞി വിളമ്പുന്ന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഒരു പ്രാവശ്യം കഞ്ഞി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ കുട്ടായി ചേട്ടൻ പറഞ്ഞു, കഞ്ഞി വിളമ്പുമ്പോൾ താഴ്ത്ത് കളയാൻ പാടില്ലെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോ ഈ സഹോദരൻ പറഞ്ഞു, സഹോദരന് ഭയങ്കരമായിട്ട് മാനസിക വിഷമം ഉണ്ടായി. ഓക്കെ. അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഓക്കെ. അച്ഛൻ ഇതൊരു ഉദാഹരണമായിട്ട്, റിയൽ സ്റ്റോറിയാണ്, ഉദാഹരണമായിട്ട് പറയാണ്. അപ്പോൾ മനസ്സിനൊരു പ്രതിസന്ധി ഉണ്ടായി, ഒരു വിഷമം ഉണ്ടായി, പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് എന്താണ്, കഞ്ഞി വിളമ്പുമ്പോ താഴ്ത്തു പോകാൻ പാടില്ല എന്ന് പറഞ്ഞത് ഭയങ്കര വിഷമമായി. ഓക്കെ, ശരി. പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തെ സംബന്ധിച്ച് അത് മനസ്സിന് വലിയ ഭാരമാണ്. നമ്മൾ ഓരോരുത്തരുടെ വികാരങ്ങളെ ബഹുമാനിക്കുന്നത്. പക്ഷെ പോയിന്റ് അതല്ല. നമുക്ക് ഒരു മനസ്സിന് വിഷമമുണ്ടാകുമ്പോൾ പോലും എനിക്ക് എൻ്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഓടി വരാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. അവിടെയാണ് നമ്മുടെ വിശ്വാസം തെളിയിക്കപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിന്ന് ഈ ദിവ്യബലിയിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു കാര്യം അതാണ്. കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. കാരണം ഇപ്പോഴുള്ള വിശ്വാസം കൊണ്ട് അങ്ങേ അറ്റം വരെ പോകാൻ പറ്റില്ല. വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അദ്ദേഹം പറഞ്ഞു, കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഫ്രാൻസിസ് പാപ്പ എല്ലാ ദിവസവും കിടക്കാൻ പോകുന്നതിന് മുമ്പ് ചൊല്ലിക്കൊണ്ടിരുന്നൊരു പ്രാർത്ഥനയാണ്, ഈശോയെ
നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കാരണം എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അശുദ്ധികളുണ്ട്, പാപങ്ങളുണ്ട്, മാലിന്യങ്ങളുണ്ട്, ശരീരത്തിലുണ്ട്, മനസ്സിലുണ്ട്, ആത്മാവിലുണ്ട്, ചിന്തയിലുണ്ട്, വികാരങ്ങളിലുണ്ട്, മലിനതയുണ്ട്. ഈശോയോട് നമുക്ക് എളിമയോടുകൂടെ പറയാം, ഈശോയെ എന്നെ ശുദ്ധനാക്കണമേ, നിന്റെ ഇഷ്ടമനുസരിച്ച് എന്നെ വിശുദ്ധീകരിക്കണമേ. കണ്ണുകൾ അടച്ച് നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുതപിക്കാം. ഈശോ നമ്മെ തൊടും. ഈശോയുടെ വിശുദ്ധി നമ്മളിലേക്ക് പകരപ്പെടും. നമ്മളും ഈശോയെ പോലെ വിശുദ്ധരായി തീരും. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒന്നുപോയ അപരാധങ്ങളെ ഓർത്ത് അനുതപിച്ച് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ മൂലം വിരൂപമാക്കപ്പെട്ട ഈശോയുടെ തിരുമുഖം നമ്മുടെ ഹൃദയത്തുവാല കൊണ്ട് നമ്മൾ തുടയ്ക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഹൃദയത്തുവാല കൊണ്ട് ഈശോയുടെ തിരുമുഖം തുടയ്ക്കുമ്പോൾ ഈശോ തന്റെ തിരുമുഖം നമ്മുടെ ആത്മാവിൽ പതിപ്പിച്ചു തരും. നമ്മുടെ പാപം മൂലം നഷ്ടപ്പെട്ട ദൈവിക ഛായയും സാദൃശ്യവും നമ്മളിൽ പുനഃസ്ഥാപിക്കപ്പെടുമെന്ന ബോധ്യത്തോടുകൂടെ പ്രാർത്ഥിക്കാം. ഈശോയേ, 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 ഈശോയേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.